ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വെള്ളിയാഴ്ച ക്രാഫ്റ്റ് ഇടേണ്ടതാണ്. വെള്ളിയാഴ്ച ഇടാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞായറാഴ്ചയാണ് ഇന്നാണ് വീഡിയോ ഇടുന്നത്. അപ്പോൾ വീഡിയോ മൊത്തം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വാൾ ഹാങ്ങിങ് ആയിട്ട് ഉണ്ടാക്കാനാണ്, അല്ലെങ്കിൽ ടേബിളിൽ ഒരു ഫ്രെയിം ചെയ്ത് വെക്കാൻ പറ്റിയതാണ്. ഇത് നമ്മൾ ഐസ്ക്രീമിൻ്റെ ഡിസ്പോസിബിൾ കപ്പാണ്. അപ്പോൾ ഇതുപോലത്തെ 2 കപ്പ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പം തോന്നിയ ഒരു ഐഡിയ ആണ്. സിമ്പിളായിട്ട് കൊച്ചു പിള്ളേർക്ക് വരെ ഉണ്ടാക്കാൻ പറ്റിയതാണ്. അപ്പോൾ നമ്മുടെ വീടുകളിൽ പിള്ളേരുണ്ടെങ്കിൽ അവരെ കൊണ്ട് ഇതൊക്കെ കാണിച്ച് ചെയ്യിപ്പിക്കുന്നത് നല്ലതാണ്. അവർക്ക് ടൈം പാസും അവർക്ക് ഹാപ്പിയും ആയിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം. അപ്പോൾ ഇതിനകത്ത് ഞാൻ അകത്തുകൂടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരച്ചിട്ടുണ്ട്. ഒരു ലെവൽ കറക്റ്റ് വെച്ച് നമ്മൾ അത്രയും പെൻസിൽ വെച്ച് വരച്ചിട്ട് ആ രീതിയിലങ്ങ് നമ്മൾ നേരായിട്ട് റൗണ്ട് മൊത്തം കണ്ടിച്ചെടുക്കണം. അപ്പോൾ കണ്ടിച്ച് കഴിയുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അറ്റവും എല്ലാം ഒരു പൂവിൻ്റെ ഷേപ്പ് വരാൻ വേണ്ടിയിട്ട് ഈ അറ്റവും കൂടെ നമ്മൾ ഇച്ചിരി ഷേപ്പായിട്ട് ഒരു റൗണ്ട്, ഹാഫ് റൗണ്ട് വരുന്ന രീതിയിൽ നമ്മൾ കണ്ടിച്ചെടുക്കണം. അപ്പോൾ അല്ലാതെ കണ്ടിക്കാൻ അറിയാൻ മേലത് പെൻസിൽ വെച്ച് ചെറുതായിട്ട് വരച്ചിട്ട് കണ്ടിച്ചെടുത്താലും മതി. അപ്പം ഞാൻ വെള്ളിയാഴ്ച ക്രാഫ്റ്റ് വീഡിയോ ഇട്ടിട്ട് ഒത്തിരി ദിവസമായപ്പോൾ എന്തോ ഉണ്ടാക്കാമെന്ന് ഓർത്തിരുന്നപ്പം പെട്ടെന്ന് തോന്നിയ. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു ചെറിയ കാർഡ്ബോർഡ്, നമ്മൾ സാധനം വാങ്ങിക്കുമ്പോൾ കിട്ടുന്നതാണ്, അതിൻ്റെ കൂടെ കിട്ടിയതാണ്. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഒരു കളർ പേപ്പറാണ്, നമ്മൾ A4 കളർ പേപ്പർ, അത് ബ്ലൂ കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഫാബ്രിക് പെയിൻറ്റും പിന്നെ ബ്രഷ്, ഗമ്മ്, ന്യൂസ് പേപ്പർ, സിസേഴ്സ്, ഇത്രയും സാധനങ്ങളാണ് നമുക്കിനി വേണ്ടത്. ഇതുപോലെ തന്നെ വേണമെന്നില്ല, ഇതുപോലെ നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും സാധനം വെച്ച് നമുക്ക് ഇതുപോലെ ഒരു വാൾ ഹാങ്ങിങ് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ ഈ കാർഡ്ബോർഡ് എന്തോ തുണി മേടിച്ചപ്പോൾ അതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നതാണ്. ഐസ്ക്രീം നമ്മൾ കല്യാണ വീട്ടിൽ എവിടെയോ പോയപ്പോൾ കിട്ടിയതാണ്. അപ്പം നമുക്ക് തോന്നുന്ന ക്രിയേഷന് എന്തെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ. ആദ്യം നമ്മൾ കാർഡ്ബോർഡിനകത്ത് ഫെവിക്കോൾ വെച്ചിട്ട് കളർ പേപ്പർ ഇതിൻ്റെ മേലെ ഒട്ടിക്കുവാണ്. കളർ പേപ്പർ ഇല്ലെങ്കിൽ ചാർട്ട് പേപ്പറിലാണേലും ഇത് ചെയ്യാം. കാർഡ്ബോർഡിന് പകരം നമ്മൾ ഈ നോട്ടിൻ്റെ സൈഡുള്ള കവർ എടുത്താലും മതിയായിരിക്കും. ഫെവിക്കോൾ അല്ലെങ്കിൽ ഹാർഡ് ഗ്ലൂ ഗണ്ണാണേലും ഉപയോഗിക്കാം. ഫെവിക്കോളാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഒത്തിരി ക്രാഫ്റ്റ് വീഡിയോ ഒക്കെ ഇടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അതിന് സമയം തീരെ കിട്ടുന്നില്ല, അതുകൊണ്ടാണ് ക്രാഫ്റ്റ് അങ്ങനെ ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഇത് എങ്ങനെയും ഒരു ക്രാഫ്റ്റ് വീഡിയോ ഇടണമെന്ന് വിചാരിച്ച് പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയയാണ്. ഈയിടെയായിട്ട് ഒത്തിരി സബ്സ്ക്രൈബറും കൂടിയിട്ടുണ്ട്, പുതിയ ഒത്തിരി സബ്സ്ക്രൈബറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും പ്രത്യേകം താങ്ക്സ് പറയുന്നു. ഇതുപോലെ സപ്പോർട്ട് ചെയ്യണം. വീഡിയോ മൊത്തം സ്കിപ്പ് ചെയ്യാതെ കാണണം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഞാൻ ഇതിനു മുമ്പേയും ഒത്തിരി ക്രാഫ്റ്റ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്, വൂളിൻ്റെയും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, കണ്ടിട്ടില്ലാത്തവർ അത് കാണണം. അപ്പം ഞാൻ യൂട്യൂബിൽ ഇടുന്ന വീഡിയോ എന്ന് വെച്ചാൽ യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോരോ സാധനം ഉണ്ടാക്കുന്നില്ല. എൻ്റെ വീട്ടിൽ എൻ്റെ കയ്യിൽ എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതുകൊണ്ട് എന്തൊക്കെ ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ പറ്റുമോ അതുപോലെയാണ് എല്ലാ വീഡിയോസും. കുക്കിംഗ് ആണേലും ക്രാഫ്റ്റ് ആണേലും ഗാർഡനിങ് ആണേലും ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്നത് വെച്ച് എങ്ങനെ ക്രിയേറ്റീവായിട്ട് ചെയ്യുന്നെന്നുള്ളതാണ് വീഡിയോ. ഇതിനായിട്ട് നമ്മൾ പ്രത്യേക സാധനങ്ങൾ മേടിച്ച് അങ്ങനെ പ്രത്യേകമായിട്ട് ഉണ്ടാക്കുന്നില്ല. അപ്പം അങ്ങനെ ഒരു ക്രിയേറ്റിവിറ്റി എല്ലാവർക്കും വരാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ വീഡിയോ ഇടുന്നത്. ഇപ്പം നമ്മൾ ഈ പേപ്പർ ഫ്രണ്ട് സൈഡ് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ബാക്കി വരുന്നത് പുറകിലും കൂടെ മടക്കി ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെറിയതായിട്ട് കണ്ടിച്ചിട്ട് ഒട്ടിക്കുവാണെങ്കിൽ അത് നീറ്റായിട്ടിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കട്ട് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളത് മൊത്തം ഫെവിക്കോൾ തൂത്തിട്ട് രണ്ട് ഇതായിട്ട് അങ്ങനെ മടക്കി ഒട്ടിച്ചാൽ മതിയായിരിക്കും. അപ്പോൾ നല്ല നീറ്റായിട്ടിരിക്കുകയും ചെയ്യും. ഇതുപോലെ 4 സൈഡും നമ്മൾ ഒട്ടിക്കണം. അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യം സിമ്പിൾ കാര്യമാണേലും അത് ഇച്ചിരി കൂടെ നീറ്റായിട്ട് ക്ഷമയോടുകൂടെ ചെയ്യാൻ ശ്രമിക്കണം.
അപ്പോൾ ഇതുപോലെ തന്നെ 4 സൈഡും ഇത് നീറ്റായിട്ട് ഒട്ടിക്കുക. ഈ 2 സൈഡും പേപ്പർ ഇച്ചിരി ചെറുതാണ്, ഒട്ടിക്കാൻ പറ്റുമെങ്കിൽ ഒട്ടിച്ചാൽ മതി. ഞാനപ്പോൾ എല്ലാ സൈഡും ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ബേസ് റെഡിയായി. ഇനി നമ്മൾ പൂ ഉണ്ടാക്കണം. പൂ ഉണ്ടാക്കാൻ നമ്മൾ ഡിസ്പോസബിൾ കപ്പിൽ നമ്മൾ ഷേപ്പായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പെയിൻ്റ് അടിക്കണം. അത് കളർ എന്ത് വേണേലും അടിക്കാം, ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാണ്. ഞാൻ യെല്ലോ കളറാണ് അടിക്കുന്നത്. സൺഫ്ലവറിൻ്റെ രീതിയിൽ ഉദ്ദേശിച്ചിട്ടാണ് യെല്ലോ കളർ അടിക്കുന്നത്. നമ്മൾ പെയിൻ്റ് അടിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, വൈറ്റ് കളർ ആദ്യം അടിച്ചിട്ട് സെക്കൻഡ് കോട്ട് യെല്ലോ അടിക്കുമ്പം നല്ല ഭംഗിയായിരിക്കും. എൻ്റെ കയ്യിൽ ഇപ്പോൾ വൈറ്റ് ഇല്ലാത്തതുകൊണ്ട് യെല്ലോ മാത്രമാണ് അടിച്ചത്. അടുത്തത് ഈ ഓറഞ്ച് കളർ ഒരു പേപ്പർ, അത് ഒരു 1 ഇഞ്ച് വീതിക്ക് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. 2 എണ്ണം, 2 പൂവല്ലേ ചെയ്യുന്നത്, അപ്പോൾ അതുപോലെ 2 എണ്ണം ഇത് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ പേപ്പറിൻ്റെ അറ്റം മാത്രം ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ചെടുക്കണം. ഫുൾ അറ്റം വരെ എടുക്കരുത്, പകുതി വെച്ച്. ഇത്രയും മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഈ 2 പേപ്പർ ഫുള്ളും ചെറുതായിട്ടങ്ങ് കണ്ടിച്ച് നമ്മൾ ഒരു റോളാക്കി എടുക്കണം. ഇതെന്തിനാന്ന് വെച്ചാൽ പൂവിൻ്റെ നടുക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ചെയ്യാൻ മേലെങ്കിൽ ഗിൽറ്റർ ഇട്ടാലും മതിയായിരിക്കും. ഈ പൂവിൻ്റെ നടുക്ക് ഞാൻ ഇതുപോലെ ഒട്ടിച്ചാണ് വെച്ചിരിക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ റൗണ്ട് നമ്മൾ ചുറ്റണം. ഇത് ഇച്ചിരി ക്ഷമയോടെ കൂടെ ചെയ്യണം, അല്ലെങ്കിൽ ആ പേപ്പർ കീറിപ്പോകും, അല്ലെങ്കിൽ നേരെ ലെവലിൽ വരത്തില്ല. ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ഈ നടുക്ക് നമ്മൾ ബ്രൗൺ കളർ അടിച്ചതിൽ ബ്രൗൺ കളർ ഗിൽറ്റർ അതിൻ്റെ മേലെ ഇട്ടാലും ഭംഗിയായിരിക്കും, അല്ലെങ്കിൽ സ്റ്റോൺ എന്തെങ്കിലും ഒട്ടിച്ചാലും മതി. പ്ലെയിനായിട്ടിരിക്കുമ്പോൾ അതിന് അത്രയും ലുക്ക് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ പേപ്പറിൽ ഇങ്ങനെ ചെയ്ത് വയ്ക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ആ ഒരു മെത്തേഡും കൂടെ കാണിക്കുകയും ചെയ്യാമല്ലോ, അതും കൂടെ ഉദ്ദേശിച്ചാണ്. അപ്പോൾ ഇതിൻ്റെ എൻഡാകുമ്പോൾ നമ്മൾ ഇച്ചിരി ഗമ്മ് തൂത്തിട്ട് അതങ്ങ് ക്ലോസ് ചെയ്യുക, ഒട്ടിച്ച് വെച്ചാൽ മതി. ഇതെല്ലാം നമ്മൾ ഒത്തിരി സോഫ്റ്റായിട്ടാണ് ചെയ്യേണ്ടത്. ഇത് പേപ്പറാണ്, അപ്പം നമ്മുടെ പിടിക്കുന്ന രീതികളും ഒത്തിരി സോഫ്റ്റായിരിക്കണം. എന്നിട്ട് ഇത് പതുക്കെ അങ്ങ് വിരിച്ച് കൊടുത്താൽ മതി. ഓരോ ലെയറായിട്ട് നമ്മൾ വിരിച്ച് കൊടുത്താൽ മതി. ഇതുപോലെ കുല്ലിങ് വെച്ച് കമ്മലൊക്കെ ഉണ്ടാക്കാം. അതിൻ്റെ വീഡിയോ ഞാൻ ഇടാൻ ശ്രമിക്കാം. ഇതുപോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതി നല്ല ഫ്രീ ആയിട്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞിട്ട് ഇതിൻ്റെ അടിവശത്ത് ഗമ്മ് തൂത്തിട്ട് ഇതിൻ്റെ നടുക്ക് ഒട്ടിക്കുക. ഈ കുല്ലിങ് പേപ്പർ വെച്ച് ഒത്തിരി സാധനങ്ങൾ ഉണ്ടാക്കാം. ഇത് നമ്മൾ സാധാ കളർ പേപ്പറാണ്, കുല്ലിങ് പേപ്പർ അല്ല. കുല്ലിങ് കൊണ്ട് ഞാൻ കമ്മലും ഇങ്ങനെ വാൾ ഹാങ്ങിങ് ഒക്കെ ഉണ്ടാക്കുന്നത് ഇനിയൊരു ദിവസം വീഡിയോ ഇടാൻ ശ്രമിക്കാം. അപ്പോൾ ഇതുപോലെ ഫെവിക്കോളാണ് എല്ലാത്തിനും ഞാൻ യൂസ് ചെയ്യുന്നത്. ഹാർഡ് ഗ്ലൂ ഗൺ യൂസ് ചെയ്യാം, അതും നല്ലപോലെ ഒട്ടി നിൽക്കുന്നതായിരിക്കും. നമ്മൾ സോഫ്റ്റായിട്ട് ഇതിപ്പോൾ ഇങ്ങനെ ഒട്ടിച്ചിട്ട് ഇതിൻ്റെ സൈഡിൽ വേണേൽ ഇച്ചിരി ഗിൽറ്റർ പൗഡർ ഉണ്ടെങ്കിൽ ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും. പക്ഷേ എൻ്റെ ഈ ബ്രൗൺ കളർ ഗിൽറ്റർ പൊടി ഇല്ല, അതുകൊണ്ട് ഞാനത് ഇടുന്നില്ല. ഇനി നമുക്ക് ഇതിന് ലീഫ് ഉണ്ടാക്കണം, സ്റ്റെമ്പ് ഉണ്ടാക്കണം. അതിന് നമ്മൾ ന്യൂസ് പേപ്പർ നമ്മൾ നേരത്തെ എടുത്തായിരുന്നുള്ള ന്യൂസ് പേപ്പർ വെച്ചാണ് നമ്മൾ സ്റ്റെമ്പ് ഉണ്ടാക്കുന്നത്. ആദ്യം ഈ പൂ രണ്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന ഇടത്ത് ഒട്ടിക്കുക. ഏത് രീതിയിലാണേലും ഇപ്പോൾ 2 പൂവ്, ഞാൻ ചെറിയ കാർഡ്ബോർഡ് ആയതുകൊണ്ട് 2 പൂവേ എടുത്തിട്ടുള്ളൂ. ഇപ്പം ഐസ്ക്രീമിൻ്റെ പാത്രം വേറെ ഉണ്ടായിരുന്നെങ്കിൽ 3-4 പൂവ് കൂടെ ഇച്ചിരി വലിയ കാർഡ്ബോർഡ് എടുത്താൽ മതിയായിരിക്കും. ഇപ്പം നമുക്ക് ന്യൂസ് പേപ്പർ കൊണ്ട് എങ്ങനെയാണ് സ്റ്റെമ്പ് ഉണ്ടാക്കുന്നത്, ഒരു ന്യൂസ് പേപ്പർ ഇങ്ങനെ 4ആയിട്ട് മുറിച്ചെടുക്കണം. വീതി കുറച്ച് നീളം കൂടുതലായിട്ട് ആ ന്യൂസ് പേപ്പറിൻ്റെ നീളം വേണം. എന്നിട്ട് നമ്മൾ വീതി കുറച്ചിട്ട് ഇങ്ങനെ 4ആയിട്ട് കീറിയെടുത്തിട്ട് നമ്മളത് ചുറ്റിയെടുക്കണം. ഇത് സ്റ്റെമ്പായിട്ട് ഉപയോഗിക്കാം. ഇതുപോലെ തന്നെ ചുറ്റി ഒത്തിരി ക്രാഫ്റ്റുകൾ ചെയ്യാം. അത് ഇനിയൊരു ദിവസം വീഡിയോ ആയിട്ട് ഞാൻ കാണിക്കാം. ചെറുതായിട്ട് ഈർക്കിളി വെച്ചോ അല്ലെ കൈ കൊണ്ടോ അല്ലെ ചെറിയ ഒരു കമ്പ് കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും വെച്ച് ഇതിങ്ങനെ ചുരുട്ടിയെടുക്കാവുന്നതാണ്. നമ്മളൊരു പൈപ്പ് പോലെ റൗണ്ടായിട്ട് ചുരുട്ടിയെടുക്കണം. അപ്പം എൻ്റെ പൊന്നു ഇങ്ങനെ ഇത് ചെയ്യുന്നതിൽ എക്സ്പേർട്ടാണ്, അതുകൊണ്ട് അവളാണ് ഇത് ചുറ്റി തരുന്നത്.
അവൾക്ക് ഇച്ചിരി കൂടെ സ്പീഡുണ്ട്. ഇതുപോലെ പേപ്പർ വെച്ച് ഇങ്ങനെ കുറേ ഉണ്ടാക്കി ഒത്തിരി ക്രാഫ്റ്റ് അവൾ ചെയ്തിട്ടുണ്ട്. ഞാൻ അതെല്ലാം ഒരു ദിവസം വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. ഇങ്ങനെ ചുറ്റിയിട്ട് ഇത് വെച്ച് ഒത്തിരി ക്രാഫ്റ്റ് ഐറ്റം ഉണ്ടാക്കാം. നമ്മൾ സെൽഫ് പോലെ ട്രേ പോലെ അങ്ങനെയൊക്കെ ഉണ്ടാക്കാം. അങ്ങനെയൊക്കെ പൊണ്ണ് ഒത്തിരി ചെയ്തിട്ടുമുണ്ട്. ഇപ്പം നമ്മളിത് സ്റ്റെമ്പായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഫോട്ടോ ഫ്രെയിം പോലെയാണെങ്കിൽ ഇത് സൈഡിൽ ഇങ്ങനെ ഒട്ടിച്ചാലും നല്ല ഒരു ലുക്കായിട്ടിരിക്കും. എന്നിട്ട് ഈ സ്റ്റെമ്പിന് ഞാൻ പച്ച കളറാണ് പെയിൻ്റ് അടിക്കുന്നത്. ഇത് പേപ്പർ ആയതുകൊണ്ട് ഏത് രീതിയിൽ വേണേലും നമുക്ക് മടക്കിയോ വളച്ചോ ഒട്ടിക്കാവുന്നതാണ്. അപ്പം നമ്മൾ ഓരോരുത്തരുടെ രീതി അനുസരിച്ച് ഒട്ടിക്കുക എന്നേ ഉള്ളൂ. ചെറിയ ഒരു കാർഡ്ബോർഡ് ആയതുകൊണ്ട് അതിനകത്ത് 2 പൂ തന്നെ ധാരാളം മതി. അപ്പം ഞാനത് ഒരെണ്ണം വളച്ച് ചെറുതായിട്ട് സ്റ്റെമ്പ് വളച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ കൂടെ ലീഫായിട്ട് കളർ പേപ്പർ തന്നെ ഗ്രീൻ കളർ പേപ്പറിൽ ഞാൻ ലീഫിൻ്റെ ഷേപ്പിൽ വെട്ടി അത് ഒട്ടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കളർ പേപ്പർ അല്ലെങ്കിൽ ബദാമിൻ്റെ തോട് വെച്ചാണേലും ലീഫ് പോലെ ഒട്ടിക്കാവുന്നതേ ഉള്ളൂ. പച്ച കളർ അടിച്ച് 3-4 എണ്ണം ഒട്ടിച്ചാൽ മതി. ഞാനിപ്പോൾ പേപ്പറിൽ ലീഫിൻ്റെ ഷേപ്പിൽ വെട്ടി ഒട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഒരു ലുക്ക് കൂടെ വരാൻ വേണ്ടി നമ്മൾ സ്റ്റെമ്പിന് അയച്ച അതേ ഫാബ്രിക് പെയിൻറ്റ് വെച്ച് നടുക്ക് ഒരു ലൈൻ വരച്ചിട്ട് ഈ ലീഫിൻ്റെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് വരയ്ക്കുന്നുണ്ട്. 2-3 ലീഫേ ഞാൻ വരച്ചിട്ടുള്ളൂ. അപ്പം ലാസ്റ്റിൽ ഈ എൻഡിൽ നമ്മൾ ആ സ്റ്റെമ്പ് വന്നിരിക്കുന്ന അവിടെ ചെറിയ ഒരു കവർ പോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊരു ഇച്ചിരി കൂടെ ഫിനിഷിങ് വരാൻ വേണ്ടിയിട്ടാണ്. പുറകിൽ നമ്മൾ ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് വെട്ടിച്ച് അത് ഭിത്തിയെ ഒട്ടിക്കാനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യണം. ഡബിൾ സൈഡ് ടേപ്പ് ഇല്ലെങ്കിൽ 2 ഹോൾ കൊടുത്തിട്ട് അതേ നൂല് കയറ്റി വാൾ ഹാങ്ങിങ് ആയിട്ടും ഇടാവുന്നതാണ്. ഇനി അടുത്ത വെള്ളിയാഴ്ച ഒരു ക്രാഫ്റ്റുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.